തിരുമൂലദേവൻ്റെ തിരുമന്ത്രം 7ാം തന്ത്രത്തിലെ ഭിക്ഷാവിധി എന്ന മറ്റൊരു കാണ്ഡത്തിലേക്കാണ് നാം ഇവിടെ കിടക്കുന്നത്. നോക്കൂ. ബ്രഹ്മാവിൻ തലയോട്ടിതാൻ ഭിക്ഷയേറ്റുണ്ടാൻ ശിവൻ തന്നെ വിടുകലാതെ ധർമ്മത്തെ കാത്തു പോന്നാൽ അരുളുള്ളോന് മേൽക്കോൻ ഈശ്വരന് അപ്പുറം ബ്രഹ്മാദാനം ഭിക്ഷയെ കൊണ്ടുപോന്നാർ. ഇതാണ് ഭിക്ഷാവിധിയിലെ ഒരു പാടൽ തിരുവല്ലം തർജ്ജമ ചെയ്തത്. ബ്രഹ്മാവിൻ തലയോട്ടിതൻ ഭിക്ഷ ഏറ്റുണ്ടാൻ ശിവൻ. ശിവൻ്റെ കയ്യിലിരിക്കുന്ന തലയോട്ടി, ആ ഭിക്ഷാപാത്രം ബ്രഹ്മാവിൻ്റെ തലയോട്ടിയാണ്. ആ ബ്രഹ്മാവിൻ്റെ തലയോട്ടിയിലാണ് ശിവൻ ഭിക്ഷ എടുക്കുന്നത്. ആ ഭിക്ഷ എന്താണ്? ആണവ മലമാണ് ശിവൻ സ്വീകരിക്കുന്നത്. ആണവ മലം സ്വീകരിച്ച് തന്നവിടുകലാതെ ധർമ്മത്തെ കാത്തു പോന്നാൽ ധർമ്മത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ശിവൻ ഈ ഭിക്ഷ സ്വീകരിക്കുന്നത് എന്നാണ് ഇതിൻ്റെ വാച്യമായ അർത്ഥം. ഏകോൻ അരുളുള്ളോനു മേൽക്കുവോൻ ഈശ്വരൻ. അരുളുള്ളവനാണ് ഈ ആണവമലം എന്ന ഭിക്ഷ കൊടുക്കുന്നത്. അപ്പോൾ ഒരു സാധകൻ അയാളുടെ അഹത്തെ പൂർണ്ണമായും ശിവന് സമർപ്പിക്കുകയാണ്. ഈ സമർപ്പണമാണ് ഭിക്ഷ. തൻ്റെ അഹം എന്ന ആണവമലത്തെ പൂർണ്ണമായും ശിവന് അർപ്പിക്കുന്നു. എന്നിട്ടോ ധർമ്മത്തെ കാത്തു രക്ഷിക്കുന്നു. അപ്പോൾ ഒരു സാധകൻ്റെ ആണവത്തെ ഇല്ലാതാക്കി അയാളിൽ ധർമ്മബോധം ഉത്തേജിപ്പിച്ച് അയാളെ ശിവമയമാക്കാൻ വേണ്ടിയിട്ടാണ് ശിവൻ ഈ ഭിക്ഷാടനം നടത്തുന്നത്. ലോകങ്ങളേഴും സൃഷ്ടിച്ചൂട്ടുന്നൊരു ഈശനെ യാചിച്ചശിപ്പാനെന്നോരറിയാത്ത മൂഢരാഗം. ലോകങ്ങളേഴും സൃഷ്ടിച്ചവനാണ് ശിവൻ. അങ്ങനെയുള്ള ശിവന് ഭിക്ഷ യാചിക്കേണ്ട യാതൊരാവശ്യമില്ല. യാചിച്ച് അശിപ്പോരെന്നറിയാത്ത മൂഢന്മാർ മാത്രമേ ശിവൻ ഭിക്ഷ യാചിച്ച് ജീവിക്കുന്നുള്ളൂ എന്ന് പറയുന്നുള്ളൂ. സാക്ഷാൽ ശിവന് ഭിക്ഷ എടുക്കേണ്ട ഒരു കാര്യവുമില്ല. കാരണം എന്താ? ലോകങ്ങളേഴും സൃഷ്ടിച്ചവനാണ് ശിവൻ. ആ ശിവന് ഭിക്ഷ എടുക്കേണ്ട കാര്യമില്ല. എന്നിട്ടും ഭിക്ഷ യാചിച്ചാണ് ശിവൻ ജീവിക്കുന്നത് എന്ന് മൂഢന്മാർ പറയുന്നു. എപ്പോഴും ചിന്ത ചെയ്തു പോരുന്ന ഭക്തന്മാരും യാചിച്ച് തന്നെ താനെ എത്തപ്പെട്ടുവാനായി എപ്പോഴും ശിവചിന്ത ചെയ്യുന്നവർ, ആ ശിവ ബോധത്തിൽ ജീവിക്കുന്നവർ അവരുടെ അഹത്തെയാണ്, അവരുടെ ആണവമലത്തെയാണ് ശിവന് ഈ ഭിക്ഷാപാത്രത്തിൽ നൽകുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഭിക്ഷ ചെയ്യുക എന്നുള്ളത്, ശിവൻ ഭിക്ഷാടനം നടത്തുക എന്നുള്ളത് സാധകന്മാരുടെ ആണവമലമാണ് ഭിക്ഷയായി സ്വീകരിക്കുന്നത് എന്നോർക്കുക. ഈ ആണവമലത്തെ സ്വീകരിക്കുന്നതിലൂടെ ഈ സാധകൻ ശുദ്ധനായി ധാർമ്മികനായി ശിവമയമായി മാറുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഇതാണ് ഇവിടെ തിരുവല്ലം കൊടുത്തിരിക്കുന്ന തർജ്ജിമ. പക്ഷേ ഈ തർജ്ജിമയ്ക്ക് ഒരുപാട് നിഗൂഢമായ അർത്ഥതലങ്ങളുണ്ട്. നമുക്ക് അതിലേക്ക് കിടക്കാം. അതിന് മുമ്പൊരു പാടലുണ്ട്. ആ പാടലിൽ പറയുന്നത്, ആ പാടൽ തിരുവല്ലം തർജ്ജിമ ചെയ്തിട്ടില്ല. ആ പാടലിൽ പറയുന്നത് ഇതാ നോക്കൂ. ശരീരം ഒരു വിത്ത് കലമാണെന്നാണ് പറയുന്നത്. ഇതിന് മുന്നേ ഒരു പാടലിൽ അത് തർജ്ജമ ചെയ്യാതെ തിരുവല്ലം വിട്ട് കളഞ്ഞിരിക്കുകയാണ്. ആ പാടലിൻ്റെ അർത്ഥം ഏതാണ്ട് ഇങ്ങനെയാണ്: നമ്മുടെ ശരീരം എന്ന് പറയുന്ന ഒരു വിത്ത് കലമാണ്. അതിലെ വിത്താണ് ബിന്ദു, അതായത് ബിന്ദു ശക്തി. അത് വിത്താണ്. ആ വിത്ത് വിതയ്ക്കാൻ നമ്മൾ എന്ത് ചെയ്യണം?
സഹസ്രദള താമര ഭാഗത്താണ് വിത്ത് വിതയ്ക്കുന്നത്. അതിന് ആജ്ഞാചക്രമാകുന്ന കലപ്പയുടെ ധ്യാനം എന്ന മുനമ്പ് കൊണ്ട് ഈ സഹസ്രദളം എന്ന പുഞ്ചപ്പാടം വൃത്തിയാക്കണം. അപ്പോൾ ഈ വിത്ത് വിതയ്ക്കാൻ, ബിന്ദു എന്ന വിത്ത് വിതയ്ക്കാൻ എന്തു വേണം? സഹസ്രദളം എന്ന പുഞ്ചപ്പാടം ശരിക്കും ഒരുക്കണം. വിത്ത് വിതയ്ക്കാൻ പറ്റിയൊരു പാടമായി ഒരുക്കേണ്ടിയിരിക്കുന്നു. അതിന് കലപ്പയാണ് ആജ്ഞാചക്രം. ആ കലപ്പയാകുന്ന ആജ്ഞാചക്രത്തിൽ ധ്യാനമാകുന്ന ഈ കലപ്പയുടെ മുനമ്പ് കൊണ്ട് ആ ഭാഗമൊക്കെ വൃത്തിയാക്കണം. അവിടെയാണ് ഈ വിത്ത് വിതച്ച് പ്രജ്ഞ കൊയ്യുന്നത്. അതായത് ബോധമായി അത് വളരുന്നു, ശിവശക്തി മേളനമായിട്ട് അത് വളരുന്നു. ഇതാണ് ഇതിന് മുമ്പിലത്തെ പാടലിൽ പറയുന്നത്. അത് പക്ഷെ തിരുവല്ലം തർജ്ജിമ ചെയ്തിട്ടില്ല. പിന്നീടാണ് ഈ ഭാഗം പറയുന്നത്. അതിന് മറ്റൊരു ഗൂഢാർത്ഥമാണ് പല വ്യാഖ്യാതാക്കളും കൊടുത്തിരിക്കുന്നത്. നോക്കൂ, സ്വാധിഷ്ഠാന ചക്രത്തിൽ ബ്രഹ്മസൃഷ്ടിക്കായ വീരഭിക്ഷ ഈശ്വരൻ തന്നരുളി. ഇവിടെ ബിന്ദു ശക്തിയെക്കുറിച്ചിട്ടാണ് പറയുന്നത്. സ്വാധിഷ്ഠാന ചക്രത്തിൽ ബ്രഹ്മസൃഷ്ടിക്കായ വീര്യഭിക്ഷ, അതായത് സെക്സ് എനർജി, വീര്യഭിക്ഷ. ആ വീര്യഭിക്ഷ സ്വാധിഷ്ഠാന ചക്രത്തിൽ കുടികൊള്ളുന്നതാണ്. ആ വീര്യഭിക്ഷയെ എന്താകണം? കാമശക്തിയെ നഷ്ടപ്പെടാത്ത അതിനെ യോഗഭിക്ഷയാക്കി ധർമ്മങ്ങൾക്കായി അരുളണം. കണ്ടോ? അപ്പോൾ ഇവിടെ രണ്ട് തരത്തിലുള്ള ഭിക്ഷയെപ്പറ്റി പറയുന്നുണ്ട്. ഒന്ന് വീര്യഭിക്ഷ, മറ്റൊന്ന് യോഗഭിക്ഷ. ഇതിനെ നമുക്ക് ആധുനിക മനഃശാസ്ത്രത്തിൻ്റെ രീതിയിൽ വ്യക്തമാക്കാം. അതായത് ഫ്രോയിഡ് ഒരു തിയറി ഉണ്ടാക്കുന്നുണ്ട്, ലിബിഡോ തിയറി എന്ന് പറഞ്ഞൊരു തിയറി. അതായത് സെക്സ് എനർജി, ഈ സെക്സ് എനർജിയെ സ്പിരിച്വൽ എനർജിയാക്കി എങ്ങനെ വളർത്താൻ കഴിയുമെന്നാണ് യോഗശാസ്ത്രം ചിന്തിക്കുന്നത്. അതായത് സ്വാധിഷ്ഠാന ചക്രത്തിലെ വീര്യഭിക്ഷയെ എന്താക്കി മാറ്റുന്നു? യോഗഭിക്ഷയാക്കി മാറ്റുന്നു. വീര്യത്തെ, അതായത് വീര്യാംശത്തെ, നമ്മുടെ വീര്യമാകുന്ന ശരീരമാകുന്ന ആ കലത്തിൽ കുടികൊള്ളുന്ന സ്വാധിഷ്ഠാനത്തിലെ വീര്യശക്തിയെ അത് ഈശ്വരീയ ശക്തിയായി, ശിവശക്തിയായി, ശിവശക്തി മേളനമായി സഹസ്രാരത്തിലേക്ക് ഉയർത്തുന്ന ഒരു യോഗ സാധനയെക്കുറിച്ചിട്ടാണ് ഈ ഭിക്ഷാവിധിയിൽ തിരുമൂലദേവൻ പറയുന്നത്. അപ്പോൾ ലിബിഡോവിനെ, ഫ്രോയിഡ് പറയുന്ന ലിബിഡോ തിയറിയെ ഭാരതീയമായ മനഃശാസ്ത്രം കൊണ്ട് വിശദീകരിക്കുമ്പോൾ ഈ ലിബിഡോ തന്നെയാണ് വീര്യഭിക്ഷ. ആ വീര്യഭിക്ഷയെ എന്താക്കി മാറ്റുന്നു? യോഗഭിക്ഷയാക്കി മാറ്റുന്നു. സഹസ്രാരത്തിലേക്ക് ഉയർത്തി ഈ വീര്യശക്തിയെ സഹസ്രാരത്തിലേക്ക് ഉയർത്തി അവിടെ ശിവശക്തി മേളനം നടക്കുന്നു. അതായത് പ്രാണനിലൂടെ, പ്രാണശക്തിയിലൂടെ, സുഷുമ്നയിലൂടെ ഈ പ്രാണശക്തി മേലോട്ടേക്ക് യാത്ര ചെയ്ത് അത് സഹസ്രാരത്തിൽ ശിവശക്തി മേളനമായി ഭവിക്കുന്ന യോഗവിദ്യയെക്കുറിച്ചിട്ടാണ് ഇവിടെ ഈ ഭിക്ഷാവിധിയിൽ തിരുമൂലദേവൻ പറയുന്നത് എന്നാണ് ചില വ്യാഖ്യാതാക്കൾ ഇതിനെ വിശദീകരിക്കുന്നത്. അപ്പോൾ തിരുമൂലദേവൻ്റെ ഈ വാക്കുകളെല്ലാം ഗൂഢമായ ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. ആ അർത്ഥതലങ്ങളിലേക്ക്, അതിൻ്റെ ഉള്ളിലേക്ക്, ഗൂഢാർത്ഥങ്ങളിലേക്ക് കിടക്കണമെങ്കിൽ ശരിക്കും തിരുമൂലദേവനെ പോലുള്ള യോഗ ആചാര്യന് മാത്രമേ, അല്ലെങ്കിൽ ഒരു തിരുമൂലദേവനെ പോലെ തന്നെ സിദ്ധികൾ നേടിയ ഒരു യോഗ പിതാവിന് മാത്രമേ ഇതിൻ്റെയൊക്കെ ഗൂഢാർത്ഥങ്ങൾ വ്യക്തമാക്കുള്ളൂ. സാധാരണക്കാരായ നമുക്ക് ഈ വ്യാഖ്യാനങ്ങൾ വച്ചുകൊണ്ട് മാത്രമേ ഇതിൻ്റെ അർത്ഥത്തിലേക്ക് കിടക്കാനാവുള്ളൂ. അപ്പോൾ ഇവിടെ നാം പറയുന്നത് ഈ വീര്യഭിക്ഷ, സ്വാധിഷ്ഠാനത്തിലുള്ള വീര്യഭിക്ഷ മുകളിലേക്ക്, അതായത് ആ വീര്യശക്തി മുകളിലേക്ക് കയറി അത് ശിവനുമായി, അതായത് ശക്തി താഴെ നിന്ന് മുകളിലേക്ക് മുകളിലെ
സഹസ്രാരത്തിലേക്ക് എത്തിച്ചേരുമ്പോഴുണ്ടാകുന്ന ആ ശിവശക്തി യോഗത്തെക്കുറിച്ചിട്ടാണ് ഇവിടെ ഈ ഭിക്ഷാവിധിയിൽ തിരുമൂലദേവൻ പറയുന്നത് എന്നാണ് ചില വ്യാഖ്യാതാക്കൾ ഇതിനെ വിവരിക്കുന്നത്. ഏതായാലും ഇതിനേക്കാൾ കൂടിയ ഒരുപാട് അർത്ഥതലങ്ങളും ഭാവതലങ്ങളും ഈ ഭിക്ഷാവിധിക്കുണ്ട്. അപ്പോൾ ശിവൻ്റെ ഭിക്ഷാടനത്തിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഈ സാധകൻ്റെ ആണവത്തെ സ്വീകരിക്കുന്നു എന്നാണ്. ശിവൻ ആ സാധകൻ്റെ സാധനാവേളയിൽ സമാധി അവസ്ഥയിൽ അയാളിൽ കുടികൊള്ളുന്ന ആണവ കർമ്മമലങ്ങളെ മുഴുവൻ ശിവൻ തൻ്റെ ഭിക്ഷാപാത്രത്തിൽ സ്വീകരിച്ച് അയാളെ മുക്തനാക്കി ശിവശക്തി മേളനത്തിലേക്ക് നയിക്കുന്നു എന്ന് നമുക്ക് അർത്ഥമെടുക്കാവുന്നതാണ്. ഇതാണ് തിരുമൂലദേവൻ ഭിക്ഷാവിധിയിൽ പറയുന്നത്. ഇനി അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം എടുക്കാം. ഓം ശിവായ തിരുമൂലദേവായ നമഃ.